ഒടുവിൽ നമ്മൾക്കൊരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ നമുക്ക് സംശയമുണ്ട്, അതൊന്നും കൂടി പിന്നീട് വെരിഫൈ ചെയ്യണം. ഒരു ഡബിൾ ചെക്ക് നടത്താനുണ്ടെങ്കിൽ നമ്മൾക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ജേണൽ എൻട്രിയിൽ പോയിട്ട് ഞാനിപ്പോൾ ഒരു 15,000 ഈ ഒരു ജേണൽ, ഈ ഒരു ബാങ്ക് പേയ്മെൻറ്റ് അത് ഞാൻ ചെക്ക് ചെയ്യണം. എനിക്ക് ഇപ്പം അത് കൺഫേം അല്ല, എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അതർ ഇൻഫോയിൽ പോയി ടു ചെക്ക് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഓട്ടോമാറ്റിക് സേവ് ആവും. ഫിനിഷ്. ഇനി നമ്മൾക്ക് പിന്നീട് നമ്മൾ ഫ്രീ കിട്ടുമ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. അത് അക്കൗണ്ടിങ്ങിൽ പോവുക, ജേണലിൽ അക്കൗണ്ടിങ് ജേണൽ എടുക്കുക. ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾക്കിവിടെ ഫിൽട്രേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടു ചെക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത സാധനങ്ങൾ കാണാം. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഫിൽറ്റർ ചെയ്താൽ അത് ഒഴിവാക്കിയാൽ മൊത്തം കാണും. ഇനി ഈ മാർക്കിങ് നോർമലി ഉണ്ടാവില്ല, അതിവിടെ വലതുവശത്തുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടു ചെക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്, അതല്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവില്ല. ഈ രീതിയിൽ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ വേറെ എവിടെയും നോട്ട് ചെയ്യാതെ ഒടുവിൽ തന്നെ മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്.